ഉണ്ടോ? ഇപ്പം എങ്ങനെയുണ്ട്? നെയ്യ് നല്ലോണം തെളിഞ്ഞു വന്നു അല്ലേ? ഇനി നമുക്ക് അതിനെ ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഇത് ഉണ്ടോ? നെയ്യ് ആയി വരുന്നുണ്ട്. ഞാൻ തീ കുറച്ചിട്ടിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് താമസമായി വരും. അപ്പം ഞാനിച്ചിരി തീ കൂട്ടി. ഇപ്പം നല്ലോണം ആയി വരുന്നുണ്ട്. തീ അധികം കുറഞ്ഞാൽ നെയ്യ് പോവും. എല്ലാവരും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ. ഇത് നമ്മൾ വീട്ടിൽ പാലിൽ നിന്ന് എടുത്തു വെച്ചതാട്ടോ. ഓരോ മാസമാകുമ്പോൾ ഞാനിതിങ്ങനെ നെയ്യാക്കി എടുത്തു വെക്കും. നമുക്ക് ചപ്പാത്തിക്ക്. അതുപോലെ തന്നെ ഞാൻ പിന്നെ റവ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പം ചേർക്കും, ചപ്പാത്തിക്ക് ചേർക്കും. അങ്ങനെയൊക്കെ ചില കറികൾക്കും ചേർക്കാറുണ്ട്. നെയ്യൊന്നും നമുക്ക് കൂട്ടുന്നതിന് കുഴപ്പം പേടിക്കണ്ടല്ലോ. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു. മേടിക്കുന്ന നെയ്യാകുമ്പോഴാണ് പ്രശ്നം. മേടിക്കുന്ന നെയ്യാകുമ്പോൾ നമ്മൾ വിചാരിക്കും അതിൽ എന്തെങ്കിലും കെമിക്കൽ ഉണ്ടാവുമെന്ന്. പക്ഷേ ഇത് നമ്മളിങ്ങനെ എടുക്കുന്നതുകൊണ്ട് ഇതിൽ കെമിക്കലൊന്നും ഉണ്ടെന്ന് പേടിക്കണ്ട. അങ്ങനെ നെയ്യ് ഉരുകിക്കൊണ്ടിരിക്കുന്നതാ. ഉണ്ടോ? പിരിഞ്ഞു തുടങ്ങി. അയ്യോ, അപ്പോൾ അതിങ്ങനെ ആയി തുടങ്ങിയുണ്ടോ? നമുക്ക് തീ കുറയ്ക്കാം. ഇതാ ഇങ്ങനെയാണ് കളറ്. നമുക്കിത് ഓഫാക്കാം. എന്താ കളറ്? നമുക്കിതിലേക്ക് ഒഴിക്കാം. അത് നെയ്യ്
കണ്ടോ എത്ര ശുദ്ധമായ പശുവിൻ നെയ്യ്. ഇതാ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. 1 മാസം നമ്മൾ പാലിൻ്റെ പാട എടുത്ത് വെച്ചിട്ട് കിട്ടിയ നെയ്യ് അത്. ഇതാ എന്നാലും ഇത്രയും നെയ്യ്, നല്ല ഫ്രഷ് നെയ്യ് ഇത്രയും കിട്ടിയില്ലേ നമുക്ക്. അപ്പോൾ എല്ലാവരും പാല് കാച്ചുമ്പോൾ പാൽപ്പാട എടുത്ത് വെച്ച് ഇങ്ങനെ നെയ്യൊക്കെ എടുക്കണം. നമുക്ക് നല്ല ശുദ്ധമായ നെയ്യ് കഴിക്കാൻ പറ്റും. അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം നമ്മൾ. അതുവരെ സ്നേഹത്തോടെ എല്ലാവരും സുഖമായിട്ടിരിക്കുക. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അത് മറക്കല്ലേ. വീഡിയോ കാണുകയും ചെയ്യണം. അഞ്ച് വർഷം കഴിഞ്ഞ് ഞാൻ ഈ കുക്കിംഗ് വീഡിയോ ഇങ്ങനെ ഇടുന്നത്. പക്ഷേ എന്താ ചെയ്യുക, ഇതുവരെ 3-4 പേരാ കാണുന്നത്. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും ഏട്ടാ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ. അടുത്ത വീഡിയോ കാണാം. കുറച്ച് എണ്ണ ഒഴിക്കാം നമുക്ക്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഗോതമ്പ് പൊടിയാണിത്. മേടിച്ച പൊടിയാണ് പൊടി. അന്നേരം ഒറിജിനൽ മില്ലിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇവിടെ ഒരു മില്ലുണ്ട്. ആ മില്ലിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മില്ലാണ്. ആ മില്ലിൽ പോയിട്ട് നമ്മൾ മേടിക്കുന്നതാണ്. സൂപ്പർ ഗോതമ്പ് പൊടിയാണ്. എങ്ങനെ ചപ്പാത്തി ചുട്ടാലും നല്ലത്. നമ്മൾ ഈ ആശീർവാദിൻ്റെയൊക്കെ മേടിക്കില്ലേ, അതേപോലെ തന്നെ ഇരിക്കുന്നത്. നമുക്കിതൊന്ന് നോക്കാം കേട്ടോ. ഇത് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇത് കടലയും സോയാബീനും കൂടെ ഉള്ളൊരു കറിയാണ്. ചപ്പാത്തിക്ക് എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? നമുക്ക് ദോശ അമ്മയ്ക്ക് കൊടുക്കണം. അപ്പോൾ അത് ഇച്ചിരി മൊരിഞ്ഞിട്ട് വേണം, നല്ല ഇച്ചിരി എണ്ണയൊക്കെ ഇങ്ങനെ തൂത്ത് മൊരിച്ച് വേണം കൊടുക്കാൻ. അമ്മയ്ക്ക് അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ് എന്നും. ചപ്പാത്തി ആണെങ്കിലും നല്ലപോലെ അമ്മയ്ക്ക് മൊരിയണം.
ഇത് കാണാൻ ഇങ്ങനെ ബീഫൊക്കെ ഉലത്തിയ പോലെ ഇല്ലേ, കണ്ടോ? ഓരോ കടല അതിൽ നിന്ന് മാറ്റിയാൽ ബീഫ് ഉലത്തിയ പോലെ ഉണ്ടാവും. കടല കിടക്കുന്നത് കാണുമ്പോഴാണ് കടലാന്ന് തോന്നുന്നത്, അല്ലാതെ എല്ലാം ബീഫ് ഉലത്തിയ പോലെ ഉണ്ട്. ഇത് നമുക്ക് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കണം. ആഹാ, എങ്ങനെയുണ്ട് നോക്കി, എങ്ങനെയുണ്ട് നോക്ക്. ഇത് കണ്ടാൽ ആരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യേ. സൂപ്പർ ദോശയാണ്. ഇത്ര നൈസായിട്ട് നോക്കി കിട്ടിയത് കണ്ടോ. കടല സോയാബീൻ രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള കറി. ഇനി നമുക്ക് 2 ഗോതമ്പിൻ്റെ ദോശ ഇടാം. കടല സോയാബീനും കൂടെ കൂടിയിട്ടുള്ള കറിയാണ്. തീ കുറച്ച് വയ്ക്കാം. കുറച്ച് മാവ് ഒഴിച്ചിട്ട് നമുക്ക് കനം കുറച്ച്